കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രഗതി മാറ്റിയെഴുതുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ 4-ാം മണിക്കൂറിലേക്ക് കടന്നപ്പോൾ കണ്ടത്. കാലാകാലങ്ങളായി LDFും UDFും പങ്കിട്ടെടുത്തിരുന്ന കേരളത്തിന്റെ മണ്ണിൽ ഇത്തവണ അക്കൗണ്ട് തുറക്കുമെന്നുറപ്പിച്ച് 4 നിർണായക മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ കരുത്തുറ്റ മുന്നേറ്റം നടത്തുകയാണ്. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശക്തമായ ലീഡ് നിലനിർത്തുന്നുണ്ട്. BJPയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന നേമം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ അദ്ദേഹം ബഹുദൂരം മുന്നിലാണ്. തപാൽ വോട്ടുകൾ മുതൽ ലീഡ് നിലനിർത്തുന്ന ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നഗരസഭാ പരിധിയിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയതോടെ ലീഡ് നില ഉയർത്തി. കോഴിക്കോട് സൗത്തിൽ അപ്രതീക്ഷിത മുന്നേറ്റവുമായി നവ്യ ഹരിദാസ് ലീഡ് ചെയ്യുന്നത് LDF-UDF കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. തിരുവല്ലയിൽ അനൂപ് ആന്റണി ലീഡ് നിലനിർത്തുന്നത് NDAക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ആദ്യഘട്ടത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ലീഡ് നേടിയിരുന്നെങ്കിലും പിന്നീട് NDA പിന്നിലേക്ക് പോയി. അതുപോലെ വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന കഴക്കൂട്ടം മണ്ഡലത്തിൽ നിലവിൽ V മുരളീധരൻ പിന്നിലാണ്. ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറി നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം തട്ടകമായ ധർമ്മടത്താണ്. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ധർമ്മടത്ത് മുഖ്യമന്ത്രി 2 ഘട്ടങ്ങളിൽ പിന്നിലായത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പിണറായി സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധ നയങ്ങൾക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കും ജനങ്ങൾ നൽകുന്ന കനത്ത പ്രഹരമായാണ് ഈ പിന്നോട്ടുപോക്ക് വിലയിരുത്തപ്പെടുന്നത്. പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രിയാക്കേണ്ടെന്ന മുസ്ലിം സംഘടനകളുടെ തീരുമാനവും ക്രൈസ്തവ സഭകൾ UDFന് പിന്നിൽ അണിനിരന്നതും ഇടത് കോട്ടകളിൽ വലിയ വിള്ളലുണ്ടാക്കി. V ശിവൻകുട്ടി, P രാജീവ്, വീണ ജോർജ് തുടങ്ങി 10-ലധികം മന്ത്രിമാർ തങ്ങളുടെ മണ്ഡലങ്ങളിൽ പിന്നിലായിരിക്കുന്നത് പിണറായി ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്നതിന്റെ സൂചനയാണ്. കേരളത്തിന് പുറത്ത് പശ്ചിമ ബംഗാളിലും അസമിലും BJP ചരിത്ര വിജയത്തിലേക്കാണ് നീങ്ങുന്നത്. മമതാ ബാനർജിയുടെ സർവാധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിൽ BJP കേവല ഭൂരിപക്ഷം പിന്നിട്ട് കുതിക്കുകയാണ്. ഏകദേശം 89 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ മമത യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും ജനവിധിയെ ബാധിച്ചില്ലെന്ന് വ്യക്തം. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ BJP ഹാട്രിക് വിജയം ഉറപ്പാക്കി കഴിഞ്ഞു. 126 സീറ്റുകളിൽ 95 BJP മുന്നേറുമ്പോൾ കോൺഗ്രസ് വെറും 27 സീറ്റുകളിലേക്ക് ചുരുങ്ങി. കോഴിക്കോട് സൗത്തിൽ നവ്യ ഹരിദാസും തിരുവല്ലയിൽ അനൂപ് ആന്റണിയും നടത്തുന്ന മുന്നേറ്റം കേരളത്തിൽ താമര വിരിയുമെന്ന NDAയുടെ ആത്മവിശ്വാസത്തിന് കരുത്തു പകരുന്നുണ്ട്. കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോഴും പ്രധാന കേന്ദ്രങ്ങളിൽ BJP നടത്തുന്ന അപ്രതീക്ഷിത കുതിപ്പ് കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. കേരളത്തിൽ മൊത്തം ഫലം നോക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആദ്യ മണിക്കൂറുകളിൽ കണ്ടത്. പ്രധാന നേതാക്കളെല്ലാം ലീഡ് ചെയ്യുന്നുണ്ട്. പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ സാധാരണ ഇടതുപക്ഷത്തിനാണ് മേൽക്കൈ ഉണ്ടാകാറ്. ഇത്തവണ ഒപ്പത്തിനൊപ്പമാണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. NDA 4 സീറ്റിൽ ലീഡ് ചെയ്തു. കേരളത്തിൽ ആദ്യം BJPക്ക് ലഭിച്ച മണ്ഡലമാണ് നേമം. O രാജഗോപാലായിരുന്നു 2016 ജയിച്ചത്. കഴിഞ്ഞ തവണ V ശിവൻകുട്ടി മണ്ഡലം തിരിച്ചുപിടിച്ചു. ഇത്തവണ ആദ്യ മണിക്കൂറിൽ ലീഡ് ചെയ്യുന്നത് BJP ആണ്. കേരളത്തിൽ ആദ്യം BJP പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. മണ്ഡലം കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇടതുപക്ഷം. തമിഴ്നാട്ടിൽ പുതുച്ചേരിയിലും NDA സഖ്യങ്ങൾ ശക്തമായ സ്വാധീനം ഉറപ്പിക്കുമ്പോൾ ദക്ഷിണേന്ത്യയും കാവ്യ തരംഗത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് വോട്ടെണ്ണലിന്റെ ഈ ആദ്യഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്.